ഹായ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ലോ ആണ് കൊളംബ്സ് ലോ. കൊളംബ്സ് ലോ എന്നാണ് ആ ലോയുടെ പേര്. എന്താണ് കൊളംബ്സ് ലോ പറയുന്നത്? കൊളംബ്സ് ലോ പറയുന്നത് നമുക്കറിയാം, രണ്ട് ചാർജുകൾ Q1 എന്ന് പറയുന്ന ഒരു ചാർജും Q2 എന്ന് പറയുന്ന ചാർജും ഒരു പർട്ടിക്കുലർ സെപ്പറേഷനിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾ ഒന്നുകിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ലോ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദ ലോ സേസ് ദാറ്റ് ദ force between two stationary electric charges is directly proportional to product of their charges and inversely proportional to square of distance between the charges. The force between two stationary electric charges is directly proportional to product of the charges and inversely proportional to square of distance between them. നമ്മൾ ഫസ്റ്റ് ഇയറിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ നമ്മൾ രണ്ട് മാസുകളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ രണ്ട് ചാർജുകൾ. പിന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണ്, പക്ഷെ ഇത് അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും, റിപ്പൽസീവ് ഫോഴ്സും ആയിരിക്കാം. അപ്പോൾ ഇതാണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്കതിൻ്റെ മാർക്ക് കിട്ടും, കാരണം ഇതിൽ തന്നെ അതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്കിനി എക്സ്പാൻഡ് ചെയ്യാം. ഈ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ എഫ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. കെക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്താ കെയുടെ വാല്യൂ? കെയുടെ വാല്യൂ ആണ് 1/4π എപ്സിലോൺ. ഈ സിംബലിന്റെ പേര് എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ ഇങ്ങനെ കാണിക്കാറുണ്ട്, ചില ബുക്കിനകത്ത് ഇങ്ങനെയും കാണിക്കാറുണ്ട്. എന്താ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ? എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഈസ് നോൺ ആസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഏത് മീഡിയം? ഈ രണ്ട് ചാർജസും വെച്ചിരിക്കുന്ന മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് എഴുതാം. കെയുടെ വാല്യൂ ഇവിടെ കിട്ടി. ആ സ്ഥിതിക്ക് എഫ് ഈക്വൽ ടു 1/4π എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ചാർജിനിടയിലുള്ള ഫോഴ്സസ് അറിയണം എന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം? രണ്ട് ചാർജസ് അറിഞ്ഞിരിക്കണം, ചാർജിനിടയിലുള്ള ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം, എല്ലാത്തിനും ഉപരിയായിട്ട് എപ്സിലോൺ എന്ന് പറയുന്നതിൻ്റെ വാല്യൂവും അറിഞ്ഞിരിക്കണം. ഇനി ചില സമയത്ത് മീഡിയം ഏതാണ് എന്ന് പറയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മീഡിയമായിട്ട് എടുക്കേണ്ടത് എയർ ആണ്. സോ ഇൻ എയർ, അല്ലെങ്കിൽ നമ്മൾ പറയും ഫ്രീ സ്പേസ്, എയറില്ലാത്ത അവസ്ഥയാണ്, പക്ഷെ ഒരേ കേസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കാറുള്ളത്, അഥവാ വാക്വം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എപ്സിലോൺ എന്നുള്ളതിനെ നമ്മൾ എപ്സിലോൺ 0 എന്ന് എഴുതും. എപ്സിലോൺ 0. അപ്പോൾ പ്രത്യേകിച്ച് മീഡിയം തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കേസ് ആയിട്ടാണ് എടുക്കേണ്ടത്. എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ആണ് ചാർജ് വെച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? Then F is equal to, equation മാറും, 1/4π എപ്സിലോൺ എന്നുള്ള സ്ഥാനത്ത് എപ്സിലോൺ 0 എന്ന് എഴുതണം, ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ എപ്സിലോൺ 0ക്ക് ഒരു പെർഫെക്റ്റ് വാല്യൂ ഉണ്ട്, അത് ഓർത്തിരിക്കണം. ആ എപ്സിലോൺ 0യുടെ വാല്യൂ ആണ് 8.85 into 10⁻⁻12
എൻ്റെ യൂണിറ്റ് കിട്ടാൻ എളുപ്പമാണ്. യൂണിറ്റ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എപ്സിലോൺ 0 അങ്ങോട്ട് കൊണ്ടുപോവുക, ഫോഴ്സിനെ താഴത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ 2 കൊളൂംബാണുള്ളത്. അപ്പോൾ കൊളൂം സ്ക്വയർ പെർ ഫോഴ്സ് താഴത്തേക്ക് വരുമ്പോൾ ന്യൂട്ടൺ. ആർ എന്ന ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ സ്ക്വയർ ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് എപ്സിലോൺ 0യുടെ വാല്യൂ. അത് ഓർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്, നമുക്ക് ഓർത്തിരിക്കണം. എപ്സിലോൺ 0യുടെ ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? അതും കൂടി ഞാൻ ഇതിനകത്ത് എഴുതാം. 1/4π എപ്സിലോൺ 0 എന്ന് പറയുന്നതിന്റെ വാല്യൂ 9 × 10⁻⁹. ഇവിടെ 9 തന്നെ വരും കേട്ടോ, അങ്ങനെ ഓർത്താൽ മതി. ഇനി അതിനെ 1/4π എപ്സിലോൺ 0 വെച്ചിട്ട് ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് നമുക്ക് കിട്ടും. യൂണിറ്റ് എന്താ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് യൂണിറ്റ് കിട്ടുക. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൊളൂം സ്ക്വയർ. ഇതാണ് 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ. അപ്പോൾ ഇതിന് മൊത്തത്തിലുള്ള വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമുക്കതിനെ ഒന്ന് മറ്റൊരു രീതിയിൽ എഴുതാം. എന്താ പറയുക? സോ ഇൻ എയർ ഫോഴ്സ് F equal to 9 × 10⁻⁹, then Q1 Q2 by R square. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് 2 ചാർജസ് എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ചാർജസ് എന്താണെന്ന് അറിയണം, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ശരി, ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് കൂടിയുണ്ട്. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് കാണിക്കും, അല്ലെങ്കിൽ കെ എന്ന് കാണിക്കും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? എപ്സിലോൺ ആർ. ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് തരില്ല, പകരം നമുക്ക് തരുന്നത് ഈ പറയുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് കാണാം? അപ്പോൾ ആദ്യം എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറയാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റിയെ നമ്മൾ റിലേറ്റ് ചെയ്യണം. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിലുള്ള പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റേഷ്യോ കാണുന്നു. സോ ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. യൂണിറ്റോ ഡയമെൻഷനോ ഒന്നും ഉണ്ടാവില്ല എപ്സിലോൺ ആറിന്. അപ്പോൾ ഈ എപ്സിലോണിനെ എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈക്വൽസ്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, എപ്സിലോൺ 0 × എപ്സിലോൺ ആർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എപ്സിലോണിനെ റീപ്ലേസ് ചെയ്തിട്ട് എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതാം. സോ വാട്ട് ഈസ് ഇക്വേഷൻ? സോ ഇൻ മീഡിയം, ഒരു മീഡിയത്തിലാണ് നമ്മൾ ചാർജസ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷനിൽ F equals 1/4π എപ്സിലോൺ ഉള്ളതിന് പകരം എപ്സിലോൺ 0 എപ്സിലോൺ ആർ into Q1 Q2 by R square. ഇതിൽ 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂ നമുക്ക് വേണമെങ്കിൽ 1/4π എപ്സിലോൺ 0ക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, or F equals 9 × 10⁻⁹ divided by epsilon r into Q1 Q2 by R square. അപ്പോൾ മീഡിയത്തിലാണ് ചാർജസ് വെച്ചിരിക്കുന്നതെങ്കിൽ എപ്സിലോൺ ആർ തന്നിരിക്കണം. ഓരോ മീഡിയത്തിനും അതിൻ്റെതായ എപ്സിലോൺ ആർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടറിന് 80 ആണ്, ടെമ്പറേച്ചറിനനുസരിച്ച് എപ്സിലോൺ ആർ മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഏതെങ്കിലും മീഡിയത്തിലാണ് ചാർജ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ തന്നിരിക്കും, ചാർജ് തന്നിരിക്കും.
പിന്നെ ഡിസ്റ്റൻസും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമ്മൾ എഴുതിയതിൽ ഫോഴ്സിൻ്റെ മുകളിലൊന്നും വെക്റ്റർ സൈൻ ഇല്ല. ഇനി നമ്മൾ ഫോഴ്സിന് ഡയറക്ഷൻ കൊടുക്കണം. എന്ന് വെച്ചാൽ വെക്റ്റർ ഫോമിലേക്ക് കൊണ്ടുവരണം. എങ്കിലേ പ്രോബ്ലം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡയറക്ഷൻ കൂടി അറിഞ്ഞാലേ മറ്റ് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊളംബ്സ് ലോ വെക്റ്റർ ഫോമിലേക്ക് മാറ്റി. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ആണ് കൊളംബ്സ് ലോ ഇൻ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോം എന്താണ്? വെക്റ്റർ ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ശ്രദ്ധിക്കുക, രണ്ട് ചാർജസ് Q1 ആർ ഡിസ്റ്റൻസിൽ മറ്റൊരു ചാർജ് ഉണ്ട് Q2 വെച്ചിരിക്കുന്നു. ഇത് രണ്ടും ലൈക്ക് ചാർജസ് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? Q2 Q1നെ അങ്ങോട്ട് തള്ളും, Q1 Q2നെ ഇങ്ങോട്ട് തള്ളും. അപ്പോൾ പരസ്പരം റിപ്പൽ ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് Q2നെ Q1 എന്ത് ചെയ്യുന്നു? Q2നെ Q1 ഇങ്ങോട്ട് തള്ളിയല്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ഫോഴ്സ് മാർക്ക് ചെയ്യാണ്. Q2വിന്മേൽ Q1 പ്രയോഗിക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ആണ് F21 വെക്റ്റർ. അപ്പോൾ F21 വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ബൈ Q1. അതെന്താണ് എന്ന് നമുക്ക് പറയാം. ബൈ ദ കൊളംബ്സ് ലോ പ്രകാരം എന്താണ് പറയാം. ഞാൻ പറയാൻ പോകുന്നതാണ് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ Q2 exerted by Q1 എന്ന് വെച്ചാൽ F21 വെക്റ്റർ എന്താണ്? Q2വിന്മേൽ Q1 പ്രയോഗിക്കുന്നു. സോ ഇക്വേഷൻ ഈസ് by Coulomb's law 1/4πε0 into Q1 Q2 by R square. ഇത്രയും ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇനി ഇങ്ങോട്ട് എന്നുള്ള ഡയറക്ഷൻ കിട്ടണം. Q1 നിന്നും Q2വിലേക്ക് എന്നുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു യൂണിറ്റ് വെക്റ്റർ ഉപയോഗിക്കുന്നു. ആ യൂണിറ്റ് വെക്റ്റർ ആണ് 1ൽ നിന്നും 2വിലേക്ക് എന്ന് കിട്ടാൻ F12 ക്യാപ്. അപ്പോൾ ഇത്രയും മാഗ്നിറ്റ്യൂഡ് R12 ക്യാപ് എന്ന് പറയുന്നത് ഡയറക്ഷൻ, യൂണിറ്റ് വെക്റ്റർ ഡയറക്ഷൻ നൽകുന്നു. അപ്പോൾ ഈ ഫോഴ്സിന്റെ പൂർണ്ണ രൂപമായി ഇത്രയും മാഗ്നിറ്റ്യൂഡ്, ഇത് ഡയറക്ഷൻ. അതേപോലെ Q1നെ അങ്ങോട്ട് തള്ളുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ഫോഴ്സ്? Q2 Q1നെ ഇങ്ങോട്ട് തള്ളുന്നു. ഇതാണ് ഫോഴ്സ്, ഇങ്ങോട്ടാണ് ഫോഴ്സ്. അപ്പൊ ആ ഫോഴ്സ് ആണ് F12 വെക്റ്റർ. അങ്ങോട്ട് വരുന്നു. അതെത്രയാണ് ഫോഴ്സ് വരിക? വാട്ട് ഈസ് ദ ഫോഴ്സ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ Q1? ഫോഴ്സ് ഓൺ Q1 ആരാ നൽകുന്നത്? Q1നെ Q2 ആണ് തള്ളി നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ പറയുകയാണെങ്കിൽ F12 വെക്റ്റർ ഈക്വൽ ടു ഇങ്ങോട്ട് എത്ര ഫോഴ്സ് ആണോ ഉള്ളത് അതേ ഫോഴ്സ് തന്നെ അങ്ങോട്ടും വരുന്നു. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. സോ 1/4πε0 into Q1 Q2 by R square. ഇനി 2ൽ നിന്നും 1ലേക്ക് എന്നുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ ഉപയോഗിക്കുന്നു. 2ൽ നിന്നും 1ലേക്ക് എന്ന് വെച്ചാൽ R21 ക്യാപ്. ശ്രദ്ധിക്കണം, ഇവിടെ F21 ആണ്, ഇവിടെ F12 ആണ്. F12 ആണ്, ഇവിടെ 21 ആണ്. അപ്പൊ ഇതാണ് രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ കിട്ടുന്ന കേസസ്. ഇനി നമുക്കറിയാം R12 ക്യാപ്പും R21 ക്യാപ്പും തമ്മിലുള്ള റിലേഷൻ എന്താ? R12 ക്യാപ്പ് എന്ന് പറയുന്നത് R21 ക്യാപ്പിന്റെ ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ഓപ്പോസിറ്റ് ആണ്. കാരണം R12 വലത്തേക്കാണെങ്കിൽ R21 ഇടത്തേക്കാണ്. ഈ റിലേഷൻ ഈ രണ്ട് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനിലേക്കാണ് എത്തുക.
അതായത് F21 വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് F12 വെക്ടർ. അതായത് Q1 Q2 മേൽ എത്ര ഫോഴ്സ് ആണ് കൊടുക്കുന്നത് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് Q2 Q1 മേൽ കൊടുക്കുന്നത്. ഇത് നമ്മുടെ തേർഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാം. സോ കുളൂംസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അല്ലെങ്കിൽ ഒബേസ് ദ തേർഡ് ലോ, ന്യൂട്ടൻസ് തേർഡ്. ഓക്കെ, ഇതന്നെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഏതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രണ്ട് ചാർജസ് ഇതിപ്പോൾ ഈക്വൽ ആണല്ലോ, നമ്മൾ ലൈക്ക് ചാർജസിൽ എടുത്തിരിക്കുന്നത്. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് അതിന്റെ ഡിഫറൻസ് കൂടി പറയാം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ട് അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക. ഇത് Q1, ഇത് Q2. അപ്പോൾ ഇതിനിടയിലുള്ള സെപ്പറേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 ആണ് സെപ്പറേഷൻ. അപ്പൊ ഇത് പറഞ്ഞതുപോലെ ഇവിടുത്തെ വ്യത്യാസം എന്താണ് വരിക? Q2 മേൽ Q1 പ്രയോഗിക്കുന്ന ബലം എന്താണ്? വാട്ട് ഈസ് ഫോഴ്സ് ഓൺ Q2 ബൈ Q1? F21. Q2 Q1 അട്രാക്ട് ചെയ്യും. കാരണം ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആണ്. ആ മീനിങ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ അൺലൈക്ക് ചാർജസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് വരിക? Q2 Q1 ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നതാണ്. ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ F21 വെക്ടർ എന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് ഡയറക്ഷൻ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് ഇക്വേഷൻ? 1/4πε0 Q1 Q2 r² ഇൻറ്റു 2 നിന്നും 1 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ R21 ക്യാപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ 2-1 ആണ്, ഇവിടെയും 2-1 ആണ്. പക്ഷെ ഇവിടെ 2-1 ആയിരുന്നപ്പോൾ ഇവിടെ 1-2 ആയിരുന്നു. ആ ഒരു ഡിഫറൻസ് നമ്മൾ ഓർത്തിരിക്കണം. ഇനി Q1 Q2 ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു. ഇങ്ങോട്ടാണ് ഫോഴ്സ്. അതാണ് F12 വെക്ടർ. ഞാൻ ഇക്വേഷൻ എഴുതി നോക്കാം. What is F12 vector? F12 vector is same magnitude 1/4πε0 into Q1 Q2 by r². ഇനി എന്താ 1 നിന്നും 2 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് R12 വെക്ടർ. ഇവിടെയും R12 വെക്ടർ എന്ന് പറയുന്നത് മൈനസ് ഓഫ് R21 വെക്ടർ ആണ്. അതുകൊണ്ട് ഇവിടെയും F21 എന്ന് പറയുന്ന ഫോഴ്സ് മൈനസ് ഓഫ് F12 എന്ന് പറയുന്ന ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. ഇത് ലൈക്ക് ചാർജസ് ആണ്. രണ്ട് ചാർജസും ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇതാണ് കൊടുക്കേണ്ടത്. ഈ പറയുന്നത് അൺലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ ഇതാണ് കൊളൂംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇതറിഞ്ഞാൽ നമുക്കിനി പ്രോബ്ലംസ് ധൈര്യമായിട്ട് ചെയ്യാം. കാരണം മാഗ്നിറ്റ്യൂഡും അറിയാം നമുക്കിപ്പോൾ, ഫോഴ്സും ഡയറക്ഷനും അറിയാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം, പ്രോബ്ലം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇതും കൂടി നമുക്ക് ആവശ്യമാണ്. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജസ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അതെന്താ പറയുന്നത് ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, Q1 എന്ന് പറയുന്ന ഒരു ചാർജ്. ഇവിടെ തന്നെ മറ്റ് പല ചാർജസും ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് Q2 എന്ന് പറയുന്ന ചാർജാണ്, ഇത് Q3 എന്ന് പറയുന്ന ചാർജാണ്, ഇവിടെ Q4 എന്ന് പറയുന്ന ചാർജാണ്. അപ്പോൾ Q2 കാരണം Q1 മേൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, Q3 കാരണം ഉണ്ടായിരിക്കും, Q4 കാരണം ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് ആ ഫോഴ്സസ്? എങ്ങനെയൊക്കെയായിരിക്കും? ഇപ്പോൾ Q1 മേൽ Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് കാണിക്കും. ഒക്കെ പോസിറ്റീവായിട്ട് അപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഫോഴ്സ് വരിക, F12. ഇതേ ചാർജിന്മേൽ Q3 കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടാണ് വരിക, F13. ഇനി Q4 കാരണം നേരെ ഇങ്ങോട്ടാണ് ഫോഴ്സ് വരിക, F14. അങ്ങനെയാണെങ്കിൽ ഈ Q1 മേൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? അതാണ് ഈ പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. മറ്റൊന്നും ചെയ്യാനില്ല. ഈ Q1 മേൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് കാണാൻ ഈ ഇൻഡിവിജ്വൽ ഫോഴ്സസിന്റെ എല്ലാം വെക്ടർ സം എടുത്താൽ മതി. ഓക്കെ.
So total force F will be equal to the vector sum of F12, F13, F14. ഇതായിരിക്കും. So the total force acting on a charge due to the other charges around it will be the vector sum of forces acting on the charge by the individual charges. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഈ പ്രോബ്ലം ഒന്ന് നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എല്ലാവരും വായിച്ചല്ലോ അല്ലേ? ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 പാർട്ടായിട്ടാണ് ചോദ്യം. നമുക്ക് A പാർട്ട് ആദ്യം ചെയ്യാം. 2 കോപ്പർ സ്ഫിയേഴ്സ് ആണ് അല്ലേ? ഹാവിങ് ചാർജസ് Q1, Q2. രണ്ടും ഒരേ ചാർജാണ്. അപ്പോൾ ഇവിടെ Q1 എന്ന് പറയുന്നതും Q2 എന്ന് പറയുന്നതും Q ആയിട്ട് എടുക്കാം. ആ ചാർജ് തന്നിരിക്കുന്നത് 6.5 × 10⁻⁻7 കുളൂംബ് എന്നാണ്. ഇനി ഇവയ്ക്കിടയിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് R എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ R എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.5 മീറ്റർ എന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 2 ഫാക്ടേഴ്സ് ആണ് തന്നത്. 2 ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. ഇനി ബൈ കൊളംബ്സ് ലോ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. എന്താ ഫോഴ്സ്? F ഈക്വൽ ടു മീഡിയം എയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എയർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, മറ്റ് മീഡിയം സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇൻറ്റു Q1 Q2 ബൈ R². ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കണം. ഏതൊരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയിരിക്കണം. അതിന് മാർക്ക് ഉണ്ടായിരുന്നു. സോ ഈക്വൽസ് 9 × 10⁻⁹ ഇൻറ്റു Q1 എന്ന് പറഞ്ഞാൽ Q ആണ്, Q2 എന്ന് പറഞ്ഞാൽ Q ആണ്. സോ Q² ബൈ R². ചെയ്യാം. 9 × 10⁻⁹ ഇൻറ്റു ഈ വാല്യൂ 6.5 × 10⁻⁻7 the whole square divided by R ന്റെ വാല്യൂ 0.5 ആണ്, ഇതിന്റെ സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടുന്നത് 1.52 × 10⁻⁻2 ന്യൂട്ടൺ എന്നാണ്. കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മാനുവലി ചെയ്ത് നോക്കാം. ഇതാണ് ഫസ്റ്റ് പാർട്ട് തന്നിരിക്കുന്നത്. ഇനി ബി പാർട്ട് ചെയ്യാം. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫോഴ്സ്? ഈ ഡിസ്റ്റൻസ് പകുതിയാക്കുന്നു, ചാർജുകൾ ഇരട്ടിയാക്കുന്നു. അവിടെ Q1 എന്ന് പറയുന്നതും Q2 എന്ന് പറയുന്നതും നേരത്തെയുള്ള ചാർജിന്റെ ഇരട്ടിയാണ്, ഡബിൾ ആണ്. അതേസമയം R എന്ന് പറയുന്നത് നേരത്തെയുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ്. ഇപ്പൊ എന്താ, ഇത് ബിയിലെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പൊ അതില് എന്താ ചെയ്യാ? ഫോഴ്സ് ബിക്കം ഈക്വൽ ടു 9 × 10⁻⁹ ഇൻറ്റു Q എന്ന് ഇവിടെ എഴുതിയ സ്ഥാനത്ത് 2Q the whole square വരും. R എന്നുള്ള സ്ഥാനത്ത് R/2 the whole square വരും. അപ്പോൾ 2² ചെയ്യുമ്പോൾ 4 വരും. ഈ R/2 ചെയ്യുമ്പോൾ ഇതിന് താഴെയും 4 വരും. ഇവിടെയുള്ള 4 കൂടി മുകളിലേക്ക് വരും. അപ്പോൾ അതിന് എന്താ വരിക? 9 × 10⁻⁹ ഇൻറ്റു Q² ബൈ R². പിന്നെ ഈ 4ഉം ഇവിടെയുള്ള 4 കൂടി വരുമ്പോൾ 16. ഈ ആൻസർ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. 1.52 × 10⁻⁻2 ഇൻറ്റു 16 എന്ന ആൻസർ വരും. അത് നമുക്ക് 24.3 × 10⁻⁻2 ന്യൂട്ടൺ എന്നുള്ള ആൻസറിലേക്ക് എത്തും. നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ്. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു സെക്കൻഡ് പാർട്ടിൽ. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഇതേ ചാർജസ് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അഥവാ K തന്നിരിക്കുന്നു, 80 എന്ന് തന്നിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ എന്താ വ്യത്യാസം വരിക? സോ ഇൻ എ ഡയലക്ട്രിക് മീഡിയം the equation we have 9 into 10 raised to 9 divided by epsilon r into q square by r square. ഫലത്തിൽ ഈ ആൻസറിനെ എപ്സിലോൺ r കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത്. So the answer will be 0.3 into 10 raised to minus 2 Newton എന്ന് കിട്ടും. ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക, NCERT ബുക്ക് നോക്കുക, പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.